തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ LDF അവസാന ബജറ്റ് അവതരിപ്പിച്ചു. വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരുന്നതാണ് ബജറ്റെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞു. ആമയിഞ്ചാൻ തോട്ടിൽ വീണ് മരിച്ച ജോയിയുടെ കുടുംബത്തിനായുള്ള വീടുപണി നാളെ തുടങ്ങും. തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്കും പ്രഖ്യാപിച്ച പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിനും ഊന്നൽ നൽകിയാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ അവസാന ബജറ്റ് മേയർ ആര്യ രാജേന്ദ്രൻ അവതരിപ്പിച്ചത്. ഇതുവരെയുള്ള ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞു തുടങ്ങിയ ബജറ്റ് അവതരണത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെയും ഇസ്രയേലിലെ സയനിസ്റ്റ് ഭീകരതയെയും മേയർ പ്രസംഗത്തിൽ വിമർശിച്ചു. തിരുവനന്തപുരം നഗരത്തിന്റെ വൻ വികസനം ലക്ഷ്യം വെക്കുന്ന ബജറ്റിൽ 2185 കോടി 99,84,962 രൂപ വരവ് പ്രതീക്ഷിക്കുന്നു. ചിലവ് കഴിഞ്ഞ് 287 കോടി 64,93,385 കോടി രൂപ നീക്കിയിരിപ്പുണ്ടാകുമെന്നും ബജറ്റിൽ പറയുന്നു. രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ശുചിത്വ നഗരമായി നാം അറിയപ്പെടുന്ന ഇൻഡോറുമായി ചേർന്നുകൊണ്ട് ഭാവി പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ തിരുവനന്തപുരം നഗരസഭയ്ക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് എന്നതുകൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു. തിരുവനന്തപുരം നഗരത്തെ പൂർണ്ണമായി ലഹരിമുക്തമാക്കുകയാണ് പ്രധാന ലക്ഷ്യം. ഡ്രഗ് ഫ്രീ ട്രിവാൻഡ്രം പദ്ധതിക്കായി 1 കോടി 50 ലക്ഷം രൂപ വകയിരുത്തി. സീറോ കാർബൺ അനന്തപുരിക്കായി 28 കോടിയും മാറ്റിവെച്ചു. 2035 നഗരത്തെ കാർബൺ ന്യൂട്രലാക്കി മാറ്റും. മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്കായി 80 കോടി രൂപയാണ് നീക്കിയിരിപ്പ്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് 22 കോടി രൂപയും വകയിരുത്തി. ആമയിഴഞ്ചാൻ തോട്ടിൽ വീണ് മരിച്ച ജോയിയുടെ അമ്മയ്ക്ക് വീട് നിർമ്മിച്ചു നൽകാനുള്ള പ്രവർത്തനങ്ങൾ നാളെ തുടങ്ങും. കോർപ്പറേഷൻ ബജറ്റിൽ നിന്ന് തുക കണ്ടെത്തിയാണ് നിർമ്മാണം. ജോയിയുടെ കുടുംബത്തെ ആദ്യഘട്ടത്തിൽ സഹായിക്കാൻ തയ്യാറാകാതിരുന്ന റെയിൽവേയെയും ബജറ്റ് അവതരണത്തിൽ കോർപ്പറേഷൻ വിമർശിച്ചു. മീഡിയ 1 തിരുവനന്തപുരം.